ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കളിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത് മൈൻക്രാഫ്റ്റിൻ്റെ. ഞാൻ നേരത്തെ ചില വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും, അത് ചുമ്മാ പൊട്ട വീഡിയോസ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പം നമ്മളിന്നൊരു അടിപൊളി വേൾഡാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഡിഫിക്കൽട്ടി ഈസി മതി. പിന്നെ നമുക്ക് ഡിഫിക്കൽട്ടി ഈസിയാണ് മതി. പിന്നെ ചീറ്റ്സ് ഒന്നും വേണ്ട, സർവൈവൽ. പിന്നെ റിസോഴ്സ് പാക്സ് വേണ്ട, ബോണസ് ചെസ്റ്റ് വേണ്ട, ഹാർഡ് കോർ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് വേൾഡിൻ്റെ പേര് കൊടുക്കാം, മൈ എംപയർ. അയ്യോ, സ്പേസ് കൊടുക്കില്ല. മൈ എംപയർ. ഓക്കെ, വേൾഡ് എന്ന ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് അടിപൊളി. ഇത് ഗൈസ് നല്ല കാര്യം തന്നെ. നമ്മളൊരു വില്ലേജിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് സ്പോൺ ആയിട്ടുള്ളത്. അവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്, അതിനകത്ത് എന്തോ ഉള്ളതെന്ന് പോയി നോക്കിയേക്കാം. ഹലോ ചേട്ടാ, സുഖമാണോ ഗൈസ്? അതുപോലെ ഞാൻ എൻ്റെ സ്കിന്ന് നിങ്ങളൊന്നും കാണിച്ചില്ല. ഇതാണ് ഗൈസ് എൻ്റെ സ്കിന്ന്. അടിപൊളിയാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഹാ ചേട്ടാ, ഹാ. ഓക്കെ, പിക്കാക്സ്, പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം എടുത്തേക്കാം. നമ്മൾ ഇവിടെ തന്നെ സ്പോൺ ചെയ്യുന്ന കാര്യമായി. ഓക്കെ, ഇവിടത്തെ ഈ വാതിൽ അങ്ങനെ എടുത്തേക്കാം ഗേഴ്സ്. ഞാൻ അവിടെ അവിടെ ഗേഴ്സ് ഒരു റൂയിൻ്റെ പോർട്ടലും ഉണ്ട്. അയൺകോലത്തെ അയ്യോ, ചെക്കൻ താണ്ട് കുഴി വീണ് പോയി. അയൺകോലത്തേടാ, സുഖമല്ലേ? നമുക്ക് ആ റൂയിൻ്റെ പോർട്ടലിൻ്റെ അടുത്ത് പോയി നോക്കാം, അവിടെ എന്തോ ഉള്ളതെന്ന് നോക്കാം ഗൈസ്. അതിനകത്ത് ചെസ്റ്റ് കാണുമല്ലോ അവിടെ, നമുക്ക് ആ ചെസ്റ്റ് ഒന്ന് പോയി തുറന്ന് നോക്കാം. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ചെസ്റ്റിനകത്ത് എഫിഷ്യൻസി 3ൻ്റെ ഒരു പിന്നെ 3 ഒബ്സിഡിയനും ഉണ്ട് ഗൈസ്. പിന്നെ ഈ ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്. ഓക്കെ, എല്ലാം നല്ല സാധനങ്ങൾ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ലൂട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പിക്കേക്സും കൊണ്ട് വേണം ഇത് പൊട്ടിച്ചിട്ട് ഇത് വേണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതിപ്പം വേണ്ട, കുറച്ച് റിസോഴ്സസൊക്കെ ആയിട്ട് മതി. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് ആദ്യം എന്തോ ചെയ്യണ്ടേ? നമുക്ക് ആദ്യം തന്നെ പോയി വുഡ് വെട്ടാം. ഓക്കെ, നമ്മൾ വുഡ് വെട്ടുവാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കുക. ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു ഗൈസ്, അതാണ് പ്രശ്നം പറ്റിയത്. നമുക്ക് ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. ഇത് റിയൽ മൈൻക്രാഫ്റ്റ് ആണ് കേട്ടോ, ഞാൻ ഫേക്കൊന്നും അല്ല, സത്യം പറയുവാണ്. ഓക്കെ, നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയത് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ റിസോഴ്സസൊക്കെ ഉണ്ടാക്കാം. ഡയമണ്ടിൻ്റെ സോഡ് നമുക്കിപ്പം വേണം ഉണ്ടാക്കാം, കാരണം നമ്മുടെ ഡയമണ്ടിൻ്റെ 2 ഡയമണ്ട് ഓൾറെഡി ഉണ്ടല്ലോ. ഒരു ആക്സും ഒരു പിക്കേക്സും മതി നമുക്കിപ്പോൾ തൽക്കാലത്തിന്. മൈൻക്രാഫ്റ്റിൻ്റെ മ്യൂസിക്കാണ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആണ്, ഞാൻ ഇട്ടല്ല. നമുക്ക് പശുവിൻ്റെ തന്നെ അങ്ങ് കൊന്നേക്കാം. ഇപ്പം പുതിയ അപ്ഡേറ്റ് പശുക്കളൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ എന്നാ പോലെയാ. എനിക്ക് പശുവിൻ്റെ കൊന്നയല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവനെ കൊന്നയല്ലേ പറ്റൂ. അതിൻ്റെ മേളിൽ ആപ്പിൾ കിടക്കണം, നമുക്കത് എടുക്കാം. ആപ്പിൾ എൻ്റെ അടുത്ത് ആപ്പിൾ. ഓക്കെ, ആപ്പിൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഗോളത്തിനെ ഒന്നും കൊല്ലുന്നില്ല, ഇവിടെ റീസ്പോൺ പോയിന്റ് കിട്ടുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഒരിടത്ത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വേണേൽ ഹാർഡ് കോറിലൊക്കെ കളിക്കാം ഗൈസ്. ഓക്കെ, നമുക്കിനിയും പോയി ഇച്ചിരി സ്റ്റോൺ എടുക്കണം. സ്റ്റോൺ എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി മണ്ണ് കുഴിച്ച് അടിയിലോട്ട് പോയാൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് അത്യാവശ്യം സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് മതി. പിന്നെ നമുക്ക് ആദ്യം തന്നെ ബേസ് പണിയണം ഗൈസ്. ഈ വേൾഡ് തന്നെയാണ് എൻ്റെ ആദ്യത്തെ മൈൻക്രാഫ്റ്റ് വേൾഡ്. ഞാൻ എൻഡർ ഡ്രാഗനെ കൊല്ലും, ഉറപ്പായിട്ടും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. കാരണം ഞാൻ ഇതിലോട്ട് മൈൻക്രാഫ്റ്റ് കളിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ടൊരു സർവൈവൽ വേൾഡിൽ പോലും ഞാൻ എൻഡർ ഡ്രാഗനെ കൊന്നിട്ടില്ല. എന്നുവെച്ചാൽ ഈ ഒരു ഇങ്ങനത്തെ വേൾഡൊക്കെ പോലെ. അപ്പോൾ ഞാൻ ഈ വേൾഡിലത്തെ എൻഡർ ഡ്രാഗനെ ഞാൻ കൊന്നിരിക്കും. അതെൻ്റെ വാക്കാണ് ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് ഒരു നല്ല പൂച്ച. എൻ്റെ ബന്ധുക്കൾ ഇവിടെയൊക്കെ കാണാതിരിക്കും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ തലയിരിക്കുന്ന ഈ ഹെൽമെറ്റ് വില്ലേജേഴ്സിനൊക്കെ ഉള്ളതാണ്. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇവിടെയുള്ള വില്ലേജേഴ്സിന്. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും കാണാതിരിക്കും. നമുക്ക് ഈ ഇന്നത്തെ വീഡിയോ ഇവിടം വരെ വേണ്ട, കുറച്ചും കൂടെ നടത്താം. പക്ഷെ നമ്മളിത് പാർട്ടായിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ റിസോഴ്സൊക്കെ വേണമല്ലോ. പിന്നെ വീട് പണിയണം, അങ്ങനത്തെ കുറേ പണികളുണ്ട്. നമുക്കിപ്പോൾ ഇനിയും സ്റ്റോണിൻ്റെ ഒരിത്, പിന്നെ പിക്കാക്സ്, പിന്നെ ഗൈസ് നമുക്ക് ഇച്ചിരി സ്റ്റിക്കും കൂടെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഈ ആക്സും കൂടെ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ സോഡ് ഉണ്ടാക്കണ്ടായിരുന്നു ആക്സ് ഉള്ള സമയത്ത്. നമുക്ക് ഈ അയങ്കോലത്തിന് അങ്ങ് തുറന്നു വിടാം ഗൈസ്. വെറുതെ ഗൈസ്, അയങ്കോലം ചെക്കന് പുല്ല് കൊടുക്കുന്നു, പക്ഷേ പൂ കൊടുക്കുന്നു. അത് കൊള്ളാമല്ലോ. ചേട്ടാ എനിക്കും കൂടെ ഒന്നും തരുവാണ് സുഖമാണ്. നമുക്കൊന്നും ഇല്ല ഗൈസ്. എനിക്കില്ല. ഞാൻ ചേച്ചി എനിക്ക് തന്നെയാണെന്ന്. അത് പിള്ളേർക്ക് കൊടുക്കും കേട്ടോ. പുള്ളിക്കാരൻ നൈസ് അതാ. അങ്ങനെ നമ്മളങ്ങനെ അയങ്കോലത്തിനെ ഒന്നും കൊല്ലുന്നില്ല. നമ്മളൊരു പാവപ്പെട്ടവനാണ്. നമ്മൾ ബേസ് പണിയുന്ന അടുത്ത വീഡിയോയിലേ ഉള്ളൂ. ഈ വീഡിയോയിൽ നമുക്ക് ഈ ബേസിക്സ് കാര്യങ്ങളൊക്കെ മതി. അവിടെ ഒരു കേവ് ഉണ്ട്. കേവല്ല, അയ്യോ ഗൈസ്, ക്രീപ്പർ. അയ്യോ എൻ്റെ അമ്മോ, അയ്യോ എൻ്റെ പാവാ ഷീപ്പ് ഗൈസ്. ക്രീപ്പർ പൊട്ടിയിട്ട് എൻ്റെ ഒരു ഹാഫ് ഹേർട്ടേ പോയിട്ടുള്ളൂ ഇതിലായിട്ടും. ക്രീപ്പർ വെറുതെ സ്വന്തം ജീവൻ കളഞ്ഞ് എന്നെ കൊല്ലാൻ വന്നേക്കുക. അയ്യോ അതാണ്ട് അടുത്ത ക്രീപ്പർ. ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റൂല ഗൈസ്. എന്ത് ചെയ്യോ അവിടെ മഞ്ഞ പുൽച്ചാടി, എവിടെയാണ് നീ? അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. ക്രീപ്പറിന് ലോ ഐക്യമാണ്, കയറി വരാൻ പോലും അറിയത്തില്ല ഗൈസ്. അവിടെ വേറെ സ്കെൽട്ടൺ എന്നെ തപ്പി വരുന്നു. ശരി, ഇതെല്ലാവരും എൻ്റെ ഫാൻസാ. എനിക്ക് വയ്യ ഇനി അടിയോളാം. നമ്മൾ ലക്കി സ്പൂണിലാണ് ഗൈസ്. കയറിയപ്പോൾ തന്നെ വില്ലേജ്, അതിൻ്റെ സൈഡിൽ റൂയിൻ്റെ പോസ്റ്റൽ. ഓക്കെ, നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഇവിടെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരും. കാരണം വെച്ചാൽ ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന്. ഇപ്പോൾ തന്നെ 8 മിനിറ്റായി. അപ്പോൾ നമുക്ക് വേറൊരു അടുത്ത വീഡിയോ നമുക്ക് ബേസ് പണിയണം. അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.